ഇതെന്താ കരിങ്കല്ലോ? അയ്യോ, ചുവന്ന് തൊടുത്തിട്ടുണ്ടല്ലോ. ഇതാരി തക്കാളി കൂട്ടനാ? എവിടെ നോക്കി അടി ഓടുന്നേ? ഗ്രാസാണേ കൽപ്പിനങ്ങക്ക് ഗ്രാസാണേ. പുച്ഛം പിന്നാലെ. വീട്ടിനകത്താണോ നടക്കുന്നേ? അയ്യോ, തലേണ വെച്ചില്ല. അവളുടെ ഒരു ചൈന മതി. ഇതെന്ത് സാധനം? ഇത്രയും ഇടി വെട്ടിയിട്ടും ചക്ക വിട്ടിട്ട് പോലെ കിടന്നുറങ്ങുന്നു. കണ്ടിട്ട് കൊതിയാവുന്നു. ഇച്ചിരി നീങ്ങി കിടന്നു പറഞ്ഞൊന്നും സംഭവിക്കില്ലല്ലേ? ഓ, എന്റെ മതിൽ. ആ മതിലൊന്നും പൊളിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ലായിരിക്കും. ഓ, ഇനി സച്ചുവിന് പേടിയാവേണ്ടി കാരണം ഞാൻ കൂട്ടിരിക്കാം. അല്ലാതെ എനിക്ക് പേടിയായിട്ടൊന്നും ഈ ഇടിക്ക് അവസാനമില്ലേ? ഒച്ച വെക്കാതടോ, ഇതിന് ആരാ? നിനക്ക് എന്താടി വട്ടാണോടി പാതിരാത്രി പുതപ്പെട്ടിരിക്കാൻ? അത് പിന്നെ ഇടിയൊക്കെ അല്ലേ, തനിക്ക് പേടിയാവേണ്ടെന്ന് കരുതിയാ. എനിക്ക് പേടിയാവേണ്ടെന്ന് കരുതിയിട്ടോ അതോ നിനക്ക് പേടിയായിട്ടാണോ? എനിക്ക് ഓവർ സൗണ്ട് ഇഷ്ടമല്ല, അതുകൊണ്ടാ. അല്ലാതെ പേടിയൊന്നുമല്ല. തനിക്ക് വിരോധമില്ലെങ്കിൽ ഞാൻ തന്റെ കൂടെ കിടക്കാം. ഇനി രാത്രി ആയാൽ താനിപ്പോ പേടിച്ചലറിയ പോലെ അലറിയാലോ. അതുകൊണ്ട് ഞാൻ ഇവിടെ കിടക്കാം. എനിക്ക് വിരോധമുണ്ട്. അങ്ങനെ പറഞ്ഞൂടാ പ്ലീസ്. ഇന്ന് രാത്രി മാത്രം അവിടെ ഒറ്റക്ക് കിടന്നിട്ട് തീരുറങ്ങാൻ പറ്റുന്നില്ല, അതുകൊണ്ടാ. എന്റെ ദേഹത്തെങ്ങാനും കാലും കൈയുമായിട്ട് വന്നാൽ തൂക്കിയെടുത്തെറിയും, പറഞ്ഞേക്കാം. ഇവക്ക് കോളേജിൽ പോണ്ടേ? ഇതെന്താ മുഖത്ത് വെള്ളം? സുനാം വല്ലതോ ആണോ? പക്ഷെ ഞാൻ അനങ്ങുന്നില്ലല്ലോ. ഇനി വല്ല പല്ലി മൂത്രമൊഴിച്ചോ? ഇത്രയും വലിയ വീട്ടിൽ പല്ലിയൊക്കെ ഉണ്ടാവോ? നിനക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ? ഇനി എഴുന്നേറ്റെങ്കിൽ ആ ജഗ്ഗിലെ ബാക്കിയുള്ള കൂടി ഞാൻ തലവഴി ഒഴിക്കും. ഓഹോ, അപ്പൊ താനാണല്ലേ എന്റെ മുഖത്ത് വെള്ളാക്കിയത്? അതെ. താൻ നോക്കിക്കോളോ. തന്നോട് നീ ചോദിച്ചോളൂ. ചോദിച്ചാ ഞാൻ പറഞ്ഞോളാം. ഇന്നത്തെ ദിവസം പെങ്ങോട് പെങ്ങാണല്ലോ ഭഗവതി. വാസ്മിനി, my name is Maya Gijamani. I'm too sexy for you. അവളുടെ ഉടുക്കത്തോടെ ഇരിക്കാം. ഇതെന്താ അരിപ്പൊടിയിലും മൂക്കുകുത്തി വീണ? അയ്യേ, ഒരു മേക്കപ്പ്. എത്ര പൊട്ടിയിട്ടിട്ടണ്ട, ഒന്ന് കെട്ടിയതല്ലേ എന്ന് വെച്ച് വായി നോക്കിക്കൂടെ? തുമ്മാരെ പാട് വെക്കോ, ആവാസ് നഹി തൂങ്ങ. എന്ന് വെച്ചാ നീ നിന്റെ പാട് നോക്ക്, ആവശ്യമില്ലാത്തത് തൂക്കണ്ടെന്ന്. രാഷ്ട്രഭാഷ പോലും അറിയാത്ത നിന്നെ പോലുള്ള ഹിന്ദി വിരോധികളോട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. ഹേ, ഓ പിന്നെ നീ പൊക്കോ, ഞാൻ സച്ചിനോട് പറഞ്ഞിട്ട് വരാം. സച്ചു, ഞാൻ കോളേജിൽ പോയിട്ട് വരാവേ, ടാറ്റാ. ഓ, ഇങ്ങനെ ഒരു കൊരങ്ങൻ. മതി മായം പോയച്ച നിന്നത്. ഇനി മുതൽ ഇതാണ് എന്റെ തട്ടകം.
ആരും വന്ന് തട്ടാതെ നോക്കിയാ മതി. ഓ നശിപ്പിച്ച് ഫസ്റ്റ് ഡേതന്നെ വെറുപ്പടെ ആക്കൽ എന്റെ പൊന്നേ. അല്ലമായേ, ഇവിടെ റാഗിംഗ് ഒക്കെ ഉണ്ടോ? കോളേജ് റാഗിംഗ് ഒക്കെ അലൗഡ് ആണ്. ബട്ട് ഞാനിവിടെ വന്നിട്ട് ഒരുത്തനും എന്നെ ഇതുവരെ റാഗ് ചെയ്തിട്ടില്ല. അതെന്താ, നീ ഇവിടെ വലിയ പുള്ളിയാണോ? തേങ്ങയാണ്. എന്നെ കണ്ടാൽ അമ്മർക്ക് റാഗ് ചെയ്യാൻ തോന്നാറില്ലെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. എന്റെ പഴയ കോളേജിൽ റാഗിങ് അലൗഡ് ആയിരുന്നില്ല. ഇവിടെയാണ് എന്റെ ഏക പ്രതീക്ഷ. ഓ, എന്തൊരു സ്നേഹം. അല്ലമായി, നിനക്ക് ഇവിടെ കാമുകന്മാരൊന്നുമില്ലേ? ഈ ക്യാമുകൻ എന്ന് പറയാൻ ആരുമില്ല ഇവിടെ. പക്ഷെ കുറെ ക്രഷ് ഉണ്ട്. അവരൊന്നും ക്യാമുകനാക്കാൻ മൂടില്ല. ലേഡി, ആ മരത്തിന്റെ അടിയിൽ ഒരു കൂട്ടം ബോയ്സ് 1-2 കൊള്ളാം. മായ, അവർ സീനിയേഴ്സ് ആണോ? അതെ, അവർ സീനിയേഴ്സ് ആണ്. ബട്ട് സൂപ്പർ സീനിയേഴ്സ് അല്ല. അവർക്കും ജൂനിയേഴ്സിനെ റാങ്ക് ചെയ്യാൻ പറ്റുമല്ലേ? ആ പറ്റും. ഓക്കെ, അപ്പൊ അവരെ കൊണ്ട് നമ്മളെ റാങ്ക് ചെയ്യിപ്പിക്കാം. അതെങ്ങനെ? അവരോട് പോയി ചോദിക്കാൻ പറ്റുമോ ഞങ്ങളൊന്ന് റാങ്ക് ചെയ്യുമെന്ന്? അതിനുള്ള വഴിയൊക്കെ എന്റെ കയ്യിലുണ്ട്. ഫസ്റ്റ് നമ്മൾ അവരുടെ മുന്നിലൂടെ പോകണം, അതും ഉച്ചത്തിൽ സംസാരിച്ചുകൊണ്ട്. അപ്പൊ അവർ നമ്മളെ ശ്രദ്ധിക്കും. എന്റെ വീക്ഷണ കോണകം വെച്ച് നോക്കുമ്പോൾ അപ്പൊ തന്നെ അവർ നമ്മളെ വിളിച്ച് റാഗ് ചെയ്യും. അവർ മൈൻഡ് ചെയ്തില്ലെങ്കിലോ? മൈൻഡ് ചെയ്തില്ലേ നമ്മൾ പ്ലാൻ ബി ഇറക്കും. അതായത് രമണി, നമ്മൾ അവരുടെ കുറച്ചപ്പുറം മാറി നിന്ന് സെൽഫി എടുക്കും. നിന്നെ കണ്ടില്ലെങ്കിലും ഇത്രയും സൗന്ദര്യം മാറിക്കൂരിയുള്ള എന്നെ അവർ എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ പിന്നെ അവർ സ്വാഭാവികമായി നമ്മളെ വിളിച്ചു വരുത്തും. ഇത് വല്ലതും നടക്കോ? ഞാനല്ലേ കൂടെയുള്ള നടത്തിയിരിക്കും. എനിക്ക് തോന്നുന്നില്ല. മായേ, തുടങ്ങിക്കോ. നീ ഇത്ര കുട്ടിയായി പോയല്ലോ അനുമോളെ. തോന്നും എടി, ഇത് സ്ക്രിപ്റ്റിലില്ല. ഡയലോഗ് നേടി. കളഞ്ഞു, എല്ലാം കയ്യിന്ന് പോയി. ദേ പോണവര്. ദേ ഒറ്റ ഒന്ന് തന്നോണ്ടല്ലോ. പറയാൻ പറഞ്ഞപ്പോ നീ എന്തിനാടി എനിക്കിട്ട് താങ്ങിയത്? ഒരു കൈ അബദ്ധം നാറ്റിക്കരുത്. വാ, പ്ലാൻ ബി, നമുക്ക് സെൽഫി എടുക്കാം. ഷോ, ഒരു പട്ടി പോലും തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ. ഇനിയും എടുത്ത സ്റ്റോറേജ് ഫുള്ളായി ഫോൺ പൊട്ടിപ്പോവും. നമ്മുടെ പ്ലാനൊക്കെ എട്ടുന്നില്ലേ പൊട്ടാണല്ലോ മോളെ. വളരാതെ മായേ, കുറച്ച് കഷ്ടപ്പെടണമെന്നേ ഉള്ളൂ. ഈ ഞാനല്ലേ കൂടെ ഉള്ളത്. ഒരു വഴിയേ ഉള്ളൂ, ഇത് ഏറ്റിരിക്കും. ഡയലോഗ്സ് ഒന്നും വേണ്ട. നമുക്ക് ചുമ്മാ അവരുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. അപ്പൊ അവർ വിളിച്ചോളും. നീ ഒളിച്ചു നോക്ക്, അവർ നമ്മളെ നോക്കുന്നുണ്ടോന്ന്. ഇവളുടെ എന്തിനുള്ള പുറപ്പാടാ? നിങ്ങളുടെ കണ്ണിൽ എന്താ കുരുണ്ടോ? നിങ്ങൾക്ക് എന്ത് സീനിയേഴ്സ് ആണോ? വെറുതെ നോവലിനും സിനിമയിലുള്ള സീനിയേഴ്സിനെ പറയിപ്പിക്കാനായിട്ട്. നിങ്ങൾക്ക് എന്താണോ ഞങ്ങളെ വിളിച്ചെന്ന് റാഗ് ചെയ്തോട്ടെ? നിങ്ങളായിട്ട് വിളിക്കുന്നില്ലെന്ന് കണ്ടിട്ടാ ഞങ്ങൾ ഇവിടെ കിടന്ന് ഈ കണ്ട ഷോ മുഴുവൻ കാണിച്ചത്. ജൂനിയേഴ്സിനെ കണ്ടാൽ റാഗ് ചെയ്ത് വിടാനുള്ള സാമാന്യ മര്യാദ പോലെയല്ലോ നിങ്ങൾക്ക്. കിളക്കാൻ പോക്കോ, അതാ ഇതിലും നല്ലത്. മനുഷ്യന്റെ ചിരിപ്പ് ഞാനത് മിച്ചം. ഇല്ലാത്ത ക്യൂട്ട് എക്സ്പ്രഷൻ കിട്ടു അവിടെ ചത്തിടന്ന് അഭിനയിച്ചിട്ടും ഒന്ന് തിരിഞ്ഞു നോക്കാനുള്ള മര്യാദ എങ്ങനെ കാണിച്ചു നിങ്ങൾ? നിങ്ങളൊക്കെ നോക്കിക്കോ, നിങ്ങളോടൊക്കെ ദൈവം ചോദിക്കും. വാടി, നമുക്ക് പോവാം. ചുമ്മാ വഴിയിൽ കിടക്കുന്ന പാമ്പിനെ ചൊറിഞ്ഞ് കൊത്തിപ്പിക്കാൻ പറ്റും സക്കീർ ഭായിക്ക്. ബട്ട് അവർ അനുമോൾ ക്യാൻ. നിന്നെ ഇവിടെ വായി നോക്കി നടക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഇവളെ, നീ ഏതാ കൊച്ചേ? ഞാൻ അനികശ്രീ. എല്ലാരും അനു എന്ന് വിളിക്കും. നിങ്ങൾ അങ്ങനെ വിളിച്ചോളൂ. ഞാൻ ആക്ച്വലി വേറെ കോളേജിലായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ കോളേജ് മാറേണ്ടി വന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയേ. എനിക്ക് പഠിക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. എല്ലാരും കൂടി ഭീഷണിപ്പെടുത്തി കൊണ്ടുവന്നാണ്. എന്ത് പറയാനാ ചേട്ടന്മാരെ, കഞ്ഞിക്കാലം. സ്മാർട്ടാണല്ലേ? അങ്ങനൊന്നുമില്ല, എല്ലാരും പറയും. എന്താ? പ്രത്യേകിച്ച് ഒന്നുമില്ല ചേട്ടാ. ഞങ്ങളൊന്ന് ജസ്റ്റ് പരിചയപ്പെട്ടതാ. ബൈ ദ ബൈ, ഞാൻ അനികശ്രീ. ചേട്ടന്റെ പേരെന്താ? ജീവ. കൊള്ളാം. ഞങ്ങൾ ജൂനിയേഴ്സ് ആണ്. അതായത് ഞാനും ഇവളും. ചേട്ടൻ ഞങ്ങളുടെ സൂപ്പർ സീനിയേഴ്സ് ആണോ? അപ്പോ നമുക്ക് വഴിയെ കാണാം. ഓ, നല്ല തങ്കക്കുടം പോലുള്ള ചേട്ടൻ.
നിങ്ങൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ആ പോയ മുതൽ ഏതാണെന്ന് അറിയോ നോക്ക്. നിങ്ങൾക്ക് അറിയില്ലേ അപ്പോ? അത് ജീവേട്ടൻ. നിങ്ങൾ കേട്ടില്ല ചേട്ടൻ പറഞ്ഞത്? മോളെക്കാളും മുന്നേ ഞങ്ങൾക്ക് അറിയാൻ ജീവേട്ടനെ. പിന്നെ എന്താ ചോദിച്ചേ? എന്റെ പൊന്നു മോളെ, ഈ കോളേജിൽ ഒറ്റയാനാണ് ജീവൻ വർമ്മ എന്ന ഇപ്പൊ പോയി മുതല്. സീനിയേഴ്സിന്റെ എല്ലാം പേടി സ്വപ്നം. കോളേജിലെ തരുണി മണികളുടെ ആരാധന പാത്രം. പക്ഷെ ആരെയും ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തിനു വേറെ പുള്ളിക്കിവിടെ ഫ്രണ്ട്സ് പോലും ഇല്ല. കോളേജിൽ ഒരാട്ടി നടക്കുമ്പോൾ പുള്ളി ഒറ്റയ്ക്ക് തല്ലി ഒതുക്കും എല്ലാത്തിനും. അത്രക്ക് പവറാണ്. ജീവേട്ടനെ തടയാൻ പ്രിൻസി പോലും മുതലാറില്ല. ആരെയും മയത്തിൽ സംസാരിക്കാറില്ല. പ്രിൻസിയും ഇവിടെ ഉള്ള പിള്ളേരും എന്തിനു വേറെ പുള്ളിയുടെ തന്ത വരെ പുള്ളിക്ക് ഒരേപോലെയാണ്. ആരെയും കുസൂല. ആ മുതലിനെയാണ് നീ അങ്ങോട്ട് വരെ പരിചയപ്പെട്ടത്. ഓ ഐ സി. നിനക്ക് എന്താടി ഒരു റിയാക്ഷൻ ഇല്ലാത്ത? എന്തിന്? ഞാൻ ജസ്റ്റ് പരിചയപ്പെട്ടല്ലേ ഉള്ളൂ. ആ അതൊക്കെ അവിടെ നിക്കട്ടെ. നമ്മൾ ഇത്രയും ക്ലോസ് ആയ സ്ഥിതിക്ക് നിങ്ങള് പേര് പറ. ഞാൻ വിക്കി, ഇവൻ ഉണ്ണി, അവൻ അഖിൽ. ഞാൻ മായ. മായക്കുട്ടീന്ന് വിളിച്ചോളൂ. ഞാൻ പിന്നെ നേരത്തെ പരിചയപ്പെടുത്തിയല്ലേ. ഓ പൊന്നു മോളെ, അറിഞ്ഞിടത്തോളം മതിയായി. മക്കള് ക്ലാസ്സിൽ ചെല്ലാൻ നോക്ക്. നിന്റെ ഫസ്റ്റ് ഡേ അല്ലേ? അത് ലാസ്റ്റ് ഡേ ആവാതിരിക്കാൻ എന്നെ പ്രാർത്ഥിക്കാട്ടോ. ചേട്ടോ? ഒന്നുമില്ല മോളെ, മോള് ചെല്ല്. ചേട്ടന്മാർ ഇവിടെ തന്നെ കാണും. അനുമോളെ കുറച്ച് ഷോ ഇട്ടോ. ഇവിടെ ആർക്കും ഇന്നൊരു വിലയില്ലാത്തതാ. ആ ലാസ്റ്റ് ബെഞ്ചാണ് നമ്മുടെ സാമ്രാജ്യം. ചലോ സൈലൻസ്. സോ എവരിബഡി, ഇനി മുതൽ നമ്മുടെ ക്ലാസ്സിലേക്ക് ഒരാൾ കൂടി വന്നിട്ടുണ്ട്. അനികശ്രീ, കമിൻ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഹലോ ബോയ്സ്, എന്റെ പേര് അനികശ്രീ. എല്ലാവരും അനു എന്ന് വിളിക്കും. നിങ്ങൾക്കും അങ്ങനെ വിളിക്കാം. പിന്നെ ഞാൻ വരുന്നത് ഇവിടെ അടുത്തുനിന്ന് തന്നെയാണ്. മായയില്ലേ, മായയുടെ ഒരു അകന്ന ബന്ധമായിട്ട് വരും ഞാൻ. അപ്പോ ഇത്രയൊക്കെ ഉള്ളൂ. ഓ എന്തൊരു ആകാംക്ഷ എല്ലാത്തിനും. ഞാൻ ഇത്രയും നാളെ ഇവിടെ ചെറിയും കുത്തി ഇരുന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ഒറ്റകളാണ് ഇപ്പൊ തേനും പാലും കൊടുക്കുന്നത്. കുശുംബി. കുശുംബി നിന്റെ കെട്ടിയോന്. അത് നിന്റെ ഞങ്ങളാ. ഡി ദേ ജീവിതം നോക്കുന്നു. എന്നാലും അനുമോളെ, നീ രാവിലെയും ജീവിതത്തിനോട് സംസാരിച്ചപ്പോ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് തോന്നിയില്ലല്ലോടി. പുള്ളിനെ കണ്ട നാളെ തൊട്ട് എന്റെ ഉള്ളിലെ കോഴികൾ പുള്ളിനെ പൂജിക്കാൻ തുടങ്ങിയാണ്. ഇനി എന്തായാലും പിന്നെ ഒരു ദിവസം നോക്കാം. ഈ മേലെ പൂഞ്ചോല മാമനിക്ക് മണിമാല. അയ്യോ എന്റെ തോന്നി പണ്ടാരം ഏത് നേരത്താണോ എന്തോ ഡാൻസ് കളിക്കാൻ തോന്നിയ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതെല്ലാം നനല്ലോ. സച്ചുനെ വിളിച്ചു നോക്കാം. സച്ചു, സച്ചുവേ, ദേ എന്റെ ഡ്രസ് എല്ലാം വെള്ളത്തിൽ വീണു. ഒക്കെ ബോർഡിൽ എന്റെ ഡ്രസ് ഉണ്ടാവും. അതൊന്ന് എടുത്താരാവോ? സച്ചു നീ ഇല്ല അവിടെ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതെങ്കി ഇത്. നിങ്ങളുടെ ആരാടിക്കില്ലേ എന്റെ ഷർട്ട് എടുത്തിടാൻ പറഞ്ഞേ? ഞാൻ വിളിച്ചല്ലോ. അപ്പൊ നിന്നാത്തോണ്ട് ഞാൻ കരുതി നീ ഇവിടെ ഉണ്ടാവില്ലെന്ന്. ഇയാളെ കൂടെ നോക്കണേ. നിക്കണോ? ആരാ വൈകുന്നേരത്തിനേക്കാൾ ഇറങ്ങിക്കോടാ പട്ടി. അനുമോളെ, അയ്യേ നീ എന്താ അവളുടെ രാവുകൾ കളിക്കാണോ? ഓ ഇറങ്ങി പൊടി കുത്തക്കാരൻ.
ഇങ്ങനെന്ത് ഇവിടെ? അനികശ്രീ, അനികശ്രീ, നീ പണ്ടരക്കാലത്ത് എഴുന്നേക്കടി, നിന്നെയാണ് വിളിക്കണേ. എന്താടി പട്ടി എനക്ക്? എന്നെ നോക്കി കണ്ണുരുട്ടണ്ട. ദേ ആരാ വന്നേ നോക്ക്. ഇവൻ വന്നതിനാണോടി നീ എന്റെ ഉറക്കം കളഞ്ഞേ? ആ വന്നപ്പോ മുതല് നിന്റെ പേര് വിളിച്ചലറാൻ തുടങ്ങിയാണ്. എന്നെയോ? എന്തിന്? ആ, നീ ഇനി പുള്ളിയുടെ വല്ലതും മോഷ്ടിച്ചോ? അനികശ്രീ, ആ ബെസ്റ്റ്. ഇങ്ങനെ ഇത് സ്ലോ മോഷൻ ഇട്ട് ഇന്നങ്ങനെ എത്തൂടെ? വാ. എങ്ങോട്ട്? ഭഗവതി, ഇതെന്താ സിനിമയുടെ കഥയിലെ സീൻ പോലെ? എന്റെ ലൈഫ് മൊത്തം സിനിമ സീൻ പോലെ ആയല്ലോ. എല്ലാത്തിനും കാരണം ആ പാറാണ്. ഇവിടെ ഇരിക്കേ. അതെ, എന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നേ? വെറുതെ. ഏത് നേരത്താണോ ദൈവമേ ഇങ്ങേരോട് കയറി പരിചയപ്പെടാൻ തോന്നി? കഞ്ഞിക്കാലം. ഇങ്ങേരെന്താ പെണ്ണുങ്ങളെ കണ്ടിട്ടില്ലേ? ഞാൻ പൊക്കോട്ടെ, മായ അവിടെ ഒറ്റക്കാം. ആ, നീ വന്നോ? അല്ല, അങ്ങനെ എന്തിനാ നിന്നെ വലിച്ചോണ്ട് പോയേ? ആവോ, അങ്ങനെ അവിടെ ഇരുന്നു എന്റെ മോന്തയിലോട്ട് നോക്കിയിരിക്കാം. ഇതിന് മാത്രം ലുക്കുള്ളത് എന്റെ ഒരു തെറ്റാണോ? നീ പറ. ചപ്പാത്തി മാവി കണ്ണും മൂക്ക് വരച്ച മോന്തക്കാണോ ലുക്ക് എന്ന് പറയാ? ശാസ്ത്രം ഇത്രയും തരം താഴ്ന്നു പോയത് ഞാൻ അറിഞ്ഞില്ല മോളും. ഇതെന്താ റിക്വസ്റ്റോ? ഇങ്ങേക്ക് ഇത് വേറെ പണിയൊന്നുമില്ലേ? ഇൻസ്റ്റാഗ്രാം ഒന്ന് എടുത്ത് നോക്കാം. തരക്കേടില്ല, ഒരു ആവറേജ് ലുക്ക്. മൂക്കിന് കുറച്ച് നീളം കൂടുതലാ. പുരികം കൊള്ളാം, അമ്പൊടിച്ച് കിട്ടിയത് പോലെ ഉണ്ട്. അതുണ്ടല്ലോ സച്ചു, ഞങ്ങളെ കോളേജിലൊരു സീനിയർ ചേട്ടനുണ്ട്, ജീവ. കോളേജിലെ ഹീറോ ആണെന്നൊക്കെയാണ് മായ പറഞ്ഞേ. ആ ചേട്ടനെ ഞാൻ ഇന്നലെ കയറി പരിചയപ്പെട്ടു. ഇന്നുണ്ടല്ലോ പുള്ളി ക്ലാസ്സിൽ കയറി വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയേക്കുന്നു. എന്നിട്ട് എന്നെ അവിടെ ഇരുത്തി എന്റെ മുഖത്തോട്ട് തന്നെ നോക്കിക്കൊണ്ടിരുന്നു. എന്നാലും അങ്ങനെ എന്തിനാ എന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരുന്നേന്നാ എനിക്ക് മനസ്സിലാവാതെ. ഇനി എന്റെ സൗന്ദര്യം കണ്ടിട്ടാവോ? ഈശ്വരാ, പാവത്തിങ്ങക്ക് ഇത്രയും സൗന്ദര്യം കൊടുക്കല്ലേ? ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറ്റൂ? പിന്നെ നീ പറയുമ്പോഴത്തേക്കും ഞാനങ്ങ് അനുസരിക്കാനൊക്കെയല്ല. ഓ, മടിയാണല്ലോ വിളിക്കാൻ. ആ, അന്ന് മായ പാടിയ പാട്ട് ഏതായിരുന്നു? ആ, ഷീല. അവളുടെ ഒരു മൈ നെയിം ഈസ് മായ. എന്റെ പേരാണ് കുറച്ചുകൂടി ആ പാട്ടിന് ചേരണേ. What's my name? What's my name? What's my name? My name is Anu. Anu Kitavani. I'm too sexy for you. La 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 la. അയ്യോ.